മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്കൊരു ചായ ഉണ്ടാക്കാം. എന്തും കൊണ്ടാണെന്നറിയണ്ടേ? നമുക്ക് ഇഞ്ചി കൊണ്ടൊരു ചായ ഉണ്ടാക്കാം. ആദ്യം ഇഞ്ചി തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക, അല്ല ചതച്ചെടുക്കുക. അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു സ്പൂണ് ചായപ്പൊടി ഇട്ട് കൊടുക്കുക. ഞാൻ ഇങ്ങനത്തെ ചായപ്പൊടിയാണ് ഇട്ടത്. തിളയ്ക്കട്ടെ. അപ്പോഴത്തേക്ക് ഇനി വേണ്ട ഓരോ സാധനങ്ങൾ ഞാൻ പറഞ്ഞു തരാം. വിശപ്പിനും ദാഹത്തിനും ക്ഷീണത്തിനും എല്ലാത്തിനും നല്ലതാണ്. ദാഹം മാറും, ക്ഷീണം മാറും, ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ പോകും. നമുക്ക് നല്ലൊരു ഇഞ്ചി ചായ ഉണ്ടാക്കാം. അതിന് പഞ്ചസാര അല്ല കേട്ടോ, തേനാണേ. നമുക്ക് കുറച്ച് തേൻ ഒഴിച്ച് കൊടുക്കാം. അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ശോശാമ്മ കിച്ചൺ, ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ്മ. തിളക്കട്ടെ. ഇഞ്ചിയും ചായപ്പൊടിയും കൂടെ തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് നമുക്കതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചെടുക്കുക. തേനിലേക്കാണ് ഒഴിച്ചെടുത്തത്. കഞ്ചിയും കോരി മാറ്റാം. നമുക്ക് ആ തേന് ഒന്ന് കലക്കി നോക്കാം. എന്നിട്ട് നമുക്കതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇഞ്ചിച്ചായ. എൻ്റെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. ശോശാമ്മ കിച്ചൺ, ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ്മ. ദഹനത്തിന് നല്ലതാണ്, ക്ഷീണം മാറാൻ നല്ലതാണ്, ജലദോഷത്തിന് നല്ലതാണ്, തൊണ്ടയടപ്പിന് നല്ലതാണ്. ഇഞ്ചി, തേന്, ചായപ്പൊടി, ഇഞ്ചി കൊണ്ടിട്ട് തിളപ്പിച്ചെടുക്കുക. അതിലേക്ക് ഒരു സ്പൂൺ ആവശ്യാനുസരണം തേൻ ഒഴിക്കുക. ചായ റെഡി. ഇതൊക്കെ എൻ്റെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ശോശാമ്മ കിച്ചൺ, ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ്മ. ഇഞ്ചി ചായ നമ്മൾ കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോൾ അവിടെ ഇങ്ങനെ ചായ വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യക്കാർക്ക് എടുത്ത് കഴിക്കാം. ചെറുനാരങ്ങയും കൂടെ പിഴിഞ്ഞാൽ അതിലും നല്ലതാണ്. ഇഞ്ചി ചായ ഒക്കെ ഒന്ന് കുടിച്ചു നോക്കാം. നല്ല സൂപ്പർ എന്ന് പറഞ്ഞാലും പോരാത്ത സൂപ്പർ ചായ. ഇഞ്ചിയുടെ ആ എരിവും ചായപ്പൊടിയും തേനും എല്ലാം കൂടെ ആയപ്പോൾ പ്രത്യേക സാധനമുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനൽ മറക്കണ്ട. ശോശാമ്മ കിച്ചൺ. ഇഞ്ചി ചായ ഉണ്ടാക്കിയത്.